എല്ലാവർക്കും സമാധാനം. ഇത് യേശുനാമക്കരൻ പാസ്റ്റർ രതീഷ് പിള്ളയുടെ തെറി സുവിശേഷമാണ് നിങ്ങൾ കേൾക്കുവാൻ പോകുന്നത്. ഈ ഫോട്ടോയിൽ ഈ വ്യക്തി എവിടെയുള്ളതാണോ എങ്ങനെയുള്ളതാണോ എന്നറിയില്ല. ഇദ്ദേഹം ഒരു യേശുനാമക്കാരനാണ്. ഗ്ലോറിയസ് ദർബാർ എന്ന പേരിൽ ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി അതിൽ എല്ലാവരെയും പിടിച്ച് ആഡ് ചെയ്തിട്ട് യേശുവിനെ ദൈവമാക്കി ചിത്രീകരിക്കുക എന്നുള്ളതാണ് ഇദ്ദേഹത്തിൻ്റെ പ്രധാന ലക്ഷ്യം. ഇത് ബൈബിളിൽ ഉള്ള ക്രിസ്ത്യാനികളുടെ ദൈവം എന്നുള്ളത് യേശുക്രിസ്തുവിൻ്റെ ദൈവമായ യഹോവയാണ്. അത് ന്യായപ്രമാണത്തിൻ്റെ ദൈവത്തിൻ്റെ പ്രമാണത്തിൻ്റെ ഒന്നാമത്തെ പ്രമാണം തന്നെ അതാണ്. അത് പുറപ്പാട് പുസ്തകം 20-ാം അധ്യായം അതിൻ്റെ 1, 2, 3 വാക്യങ്ങളിൽ പറയുന്നത്, ഞാനല്ലാതെ നിനക്ക് മറ്റൊരു ദൈവം ഉണ്ടാകരുത് എന്നുള്ള കൽപ്പനയാണ്. അതുപോലെ തന്നെ യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ പറയുന്നു, എനിക്ക് മുമ്പേ ഒരു ദൈവവുമില്ല, എനിക്ക് ശേഷം ഒരു ദൈവവും ഉണ്ടാകാനും പോകുന്നില്ല. ആ 2 നിയമത്തെയും, അത് മാത്രമല്ല ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ എല്ലാ പുസ്തകങ്ങളിലും ദൈവം ഏകൻ 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 എന്നാണ് പ്രവാചകന്മാർ പറഞ്ഞിട്ടുള്ളത്. യേശുക്രിസ്തു തൻ്റെ ദൈവമായ യഹോവയെ പറ്റി പറഞ്ഞിട്ടുള്ളത്, യേശുക്രിസ്തുവിനെ അനുഗമിച്ച അപ്പോസ്തലന്മാരും പറഞ്ഞിട്ടുള്ളത് ഇതേ കാര്യം തന്നെയാണ്. ഇത് ഗ്രൂപ്പിൽ വന്ന് ഞാൻ സംസാരിക്കുമ്പോൾ ഇദ്ദേഹം പൊതുവെ തെറിയനാണ്. തെറി പറയുക. ഇപ്പോൾ എന്നെ ആ ഗ്രൂപ്പിൽ നിന്നും ബ്ലോക്ക് ചെയ്തിരിക്കുക, ഇങ്ങനെ തെറി വിടുക. നമുക്ക് ഇദ്ദേഹത്തിൻ്റെ ഭാഷയിൽ സംസാരിക്കാൻ കഴിയില്ല. ഇദ്ദേഹം ഒരു പാസ്റ്ററാണെന്ന് പറയുന്നു, പിന്നെ അതേസമയം ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാണെന്ന് പറയുന്നു, പിന്നെ പറയുന്ന മീൻ കച്ചവടം ഉണ്ടെന്നും പറയുന്നു. ഈ ജോലി കഴിഞ്ഞുള്ള സമയങ്ങളിൽ മീൻ കച്ചവടത്തിന് പോകും, പിന്നെ വേറെന്തൊക്കെ റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ഉണ്ടെന്നൊക്കെ പറയുന്നു. ഇവനെ പോലെയുള്ളവർ ഈ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ വന്ന് ക്രിസ്ത്യാനികളെ എന്ന് പറയുന്ന വ്യക്തികളെ അപമാനിക്കുക എന്നുള്ളതാണ്. അദ്ദേഹം രതീഷ് പിള്ള എന്നാണ് അറിയപ്പെടുന്നത്. അദ്ദേഹം ഒരു ക്രിസ്ത്യാനിയാണോ അത് ക്രിസ്ത്യാനികളെ അപമാനിക്കാൻ കടന്നു വന്ന ഒരു ഏതെങ്കിലും ഹൈന്ദവ ജാതി വിഭാഗത്തിൽപ്പെട്ട ആളാണോ എന്നൊന്നും വ്യക്തമല്ല. ഇദ്ദേഹത്തെ ഇളക്കി വിടുന്നത് വേറൊരു വ്യക്തിയാണ്. ഇതിൽ ഈ ഒരു വാട്സാപ്പ് മെസ്സേജിൽ ഒരു ഷാനസ് ഡേവിഡിനെ കാണിക്കുന്നു. ഒരു സൂര്യാസ്തമയത്തിൻ്റെ പടമൊക്കെ ഉള്ള പിക്ചറൊക്കെ ഉള്ള അദ്ദേഹം ഒരിക്കലും 1 വർഷമായിട്ട് ഇദ്ദേഹത്തെ അറിയാം. ഈ ഷാനസ് ഡേവിഡ് എന്ന് പറഞ്ഞത് അദ്ദേഹം പൊതുവെ അയാളെ മുഖം കാണിക്കുന്നില്ല. അയാളെ പേര് വ്യാജമാണ്, ഒറിജിനലാണെന്ന് അറിയില്ല. അദ്ദേഹത്തിന് പ്രധാനപ്പെട്ട ജോലി എന്ന് പറഞ്ഞാൽ എല്ലാ ഗ്രൂപ്പുകളിലും വന്ന് സംസാരിക്കുക. ഞാൻ കത്തോലിക്കനായിരുന്നു, കത്തോലിക്കരെ മോശമായിട്ട് ഉപേക്ഷിച്ചു, ഞാൻ പെന്തക്കോസുകാരനാണ്, പെന്തക്കോസിൽ വിട്ട് ഞാൻ യഹോവ സാക്ഷിക്കാരനായി എന്നൊക്കെ ഒരുപാട് ആരോപണം ഉപയോഗിച്ചിട്ട് ഇദ്ദേഹത്തിൻ്റെ പ്രധാന തൊഴിലെന്ന് പറഞ്ഞത് ഈ ഗ്രൂപ്പിലുള്ള ലേഡീസുകളുമായിട്ട് സംസാരിക്കുക, അവരെ രഹസ്യമായൊക്കെ ഫോണിൽ ബന്ധപ്പെടുക, ഇങ്ങനെയുള്ള. അപ്പോൾ എൻ്റെ ഗ്രൂപ്പിൽ എനിക്കൊരു ക്രിസ്ത്യാനികളുടെ ശ്രദ്ധിക്കുന്ന ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ സ്വഭാവം കൊണ്ട് ഞാൻ അദ്ദേഹത്തെ ബ്ലോക്ക് ചെയ്തു, പുറത്തു വിട്ടു. എന്നിട്ട് ആ ഒരു പക ഇദ്ദേഹം പല ഗ്രൂപ്പുകളിലും വന്ന് എന്നോട് ചോദിക്കുക. ബൈബിളിനെ പറ്റി ഒരു ABCD പോലും അറിയില്ല. ഇദ്ദേഹമാണ് ഇദ്ദേഹം പൊക്കിക്കൊണ്ടുവന്ന പുതിയ ഗുണ്ട രതീഷ് പിള്ള. ഇദ്ദേഹത്തിനൊരു ഗ്രൂപ്പുണ്ട്, ഗ്ലോറിയസ് ദർബാർ. ഇവിടെയൊക്കെ വന്ന് ഓരോരുത്തർ വന്ന് ഇങ്ങനെയുള്ള ഭജനത്തിന് വിരുദ്ധമായിട്ടുള്ള ഉപദേശങ്ങൾ പറയുമ്പോൾ ഞാൻ പ്രതികരിക്കും, അങ്ങനെയല്ല ഇങ്ങനെയല്ല. അപ്പോൾ ഇദ്ദേഹം പറയുകയാണ്, ഞാൻ അവർ തന്തയ്ക്ക് വിളിച്ചു, പിള്ളയ്ക്ക് വിളിച്ചു, അമ്മയ്ക്ക് വിളിച്ചു എന്നൊക്കെ ആരോപിച്ച് തെറി വിളിച്ചു കഴിഞ്ഞാൽ അത് യേശുവിനെ ദൈവമാക്കാൻ പറ്റും, അല്ലെങ്കിൽ ബൈബിളിനെ തിരുത്താൻ പറ്റൂ? ഒന്നുകൊണ്ട് സാധിക്കില്ല. എന്തായാലും ഇദ്ദേഹത്തിൻ്റെ വോയിസ് നിങ്ങൾ ദയവായി ഒന്ന് കേൾക്കുക. പിന്നെ കൊച്ചു പിള്ളേരുണ്ടെങ്കിൽ പ്ലേ ചെയ്യരുത്. മുതിർന്നവരുണ്ടെങ്കിൽ അവർ ഹെഡ്ഫോൺ ഉപയോഗിച്ച് കേൾക്കുക, അല്ലെങ്കിൽ അല്പം മാറി നിന്ന് സംസാരിക്കുക. ആൾക്കാർ ഞാൻ പേരെടുക്കുന്നില്ല, നീ മാന്യമായിട്ട് സംസാരിക്കുന്ന പലരെയും തന്തയ്ക്ക് വിളിച്ചു. നീ എന്നെ ഇപ്പം കിണ്ടിന് ശേഷം എടാ പട്ടി തായോളി പൊലയാളി മോനെ, നിന്റെ തന്ത ഉണ്ടാക്കിയ ഞാനാ, നിന്റെ അമ്മയ്ക്കിട്ട് പണിഞ്ഞ ഞാനാ, നിന്റെ പെൺപിള്ളക്കിട്ട് പണിഞ്ഞ നീ എന്തോ തൊലിക്കുന്ന പട്ടിത്തായോളി പൊലയാടി മോനെ, നീ ഊമ്പിയ വർത്താനം പറഞ്ഞ കാലെ വരി പുറിമ നിന്റെ കാലെ വരെ അടിക്കുന്നത് തന്തയ്ക്ക് വന്ന് നീ പറയുന്ന സ്പോട്ട് ചെയ്യാൻ വരാടാ, കാണാണോ നീ? എടാ നിന്റെ പെണ്ണുമ്പോളെ ഊക്കാൻ കൊടുത്തിട്ട് നീ വല്ലവന്റെ നെഞ്ചത്ത് കയറി പിടിച്ചു കെട്ടി മരത്തിലും കെട്ടിയിട്ട് അടിച്ചത് പോലെ നീ ആ കഥ ഞാൻ പറഞ്ഞോടാ. നിന്നോട് ഞാൻ പറയണ്ടെന്ന് വെച്ചാ, നീ ഈ ഗ്രൂപ്പിൽ വന്നിട്ട് പല ആൾക്കാരും തന്തയ്ക്ക് വിളിച്ചു. അവരെന്നോട് കംപ്ലൈന്റ് ചെയ്തു. ഞാൻ അന്ന് എന്നോട് പറഞ്ഞ നീ മര്യാദയ്ക്ക് സംസാരിക്കണം,
നിന്നോട് ഞാൻ പലവട്ടം പറഞ്ഞു. നീ കയറി ചൊറിഞ്ഞിട്ട് നീ നീ ഞങ്ങളെ ജാതിക്കാരെയും കുടുംബക്കാരെയും പറയില്ലയോ? അതുകൊണ്ട് ഇപ്പം കേൾക്കുന്നേ. അതുകൊണ്ട് നിന്റെ ആസനത്തിൽ നോക്കൂ, ആസനത്തിൽ ഞാൻ ആപ്പിടിച്ച് കയറ്റും താഴെ, കേട്ടല്ലോ. നീ നീ വെറുതെ കളിക്കാൻ നിൽക്കല്ലേ. നീ പാവം പിടിച്ച സഹോദരങ്ങളെ തെറി വിളിച്ചാൽ മതി. നിനക്കുള്ള മറുപടി ഞാൻ പറയുന്നത് എന്തുകൊണ്ടാണ്? നീ വൃത്തികെട്ട രീതി സംസാരിക്കുന്നത്. നീ ഒരാളെ അല്ല, പല ആൾക്കാരെയും തന്തയ്ക്കും താഴേക്കും വിളിച്ചു. അവരും വളരെ മാന്യമായിട്ട് വളരെ വിഷമത്തോട് എന്നോട് സംസാരിച്ചു, കേട്ടല്ലോ. കൊലയാളി മോനെ കാലേ വരെ ചുട്ടിയാൻ അടിക്കും കേട്ടോ. അടുത്താളി നിന്റെ കൈ വെച്ചാൽ മതി തന്തലാളി, കേട്ടല്ലോ. നീ കുടുംബക്കാരെ പറയാമല്ലോ, നീ പറയണം, നിനക്ക് എന്നെ പറയാം. നിന്റെ കുടുംബക്കാരെ ഞാൻ പറയുന്നില്ല. നീ കിണ്ടിരേതീഷ് വിളിക്കും, നിന്റെ അച്ഛനെ പോയി വിളിച്ചാൽ നിന്റെ അച്ഛനെ വിളിക്കും. നിന്റെ അമ്മയുടെ ബൂറ്റായിട്ട് അടിച്ചവനെ നാട്ടുകാരെ മൊത്തം ഉണ്ടാക്കിയാ നീ. നിന്റെ നാട്ടിലുള്ളവനെല്ലാം കൂടെ ഉണ്ടാക്കിയിട്ടുണ്ടായ നീ. അതൊന്നും നിന്നെ തന്തയ്ക്ക് പോലും വിളിക്കാൻ പറ്റില്ല കേട്ടോ. താഴെ കൊലയാടി മോനെ, കേട്ടോ. നീ വെച്ചോ ഇത്, കേട്ടോ. നീ ഇത് ഞാൻ തന്നെ ഗ്രൂപ്പിലോട്ട് ഷെയർ ചെയ്തേക്കാം കേട്ടോ. അജിത്തിനുള്ള മറുപടിയാ കേട്ടോ, അജിത്തിനുള്ള മറുപടി. നിനക്ക് ചങ്കൂറ്റുള്ള ആളാണെങ്കിൽ നീ വിളിച്ചാൽ നീ പറയുന്ന സ്പോട്ട് ഞാൻ വരും. നീ പറയുന്ന സ്പോട്ടിൽ ഞാൻ വരും. നിനക്ക് ആണാണ് എന്നെ എന്തെങ്കിലും ചെയ്യാൻ നോക്കുന്നത്. നീ ആണാണ് നീ പറയുന്ന സ്പോട്ടിൽ വരാം. നീ ഇത്രയും മേലെ പൊതുവായിട്ട് ഞാൻ പറയുന്നത് ഇത്. നീ എന്തിനാ ഇത് മേടിക്കുന്ന അറിയാം? നീ ഇത്രയും ആൾക്കാരെ വൃത്തികേട് പറഞ്ഞുകൊണ്ട് ഇവിടുത്തെ അവസാനമായിട്ട് നീ തെറി വിളിച്ചത്, തന്തയ്ക്ക് വിളിച്ചത് നമ്മുടെ കുഞ്ഞോൻ ബ്രദറിനെ. കുഞ്ഞോ ലോകത്താരെയും ഒന്നും പറയാത്ത അങ്ങേരെ വരെ നീ തന്തയ്ക്ക് വിളിച്ചവനാ, കേട്ടല്ലോ. ഇത് നീ അവസാനമാക്കി വെച്ചു. ഇനി പറഞ്ഞ ഇടിച്ചിന്റെ കുരി ഞാൻ പൊട്ടിക്കും. ഇത്രയും ഞാൻ പറയുന്നുള്ളൂ, കേട്ടല്ലോ.